ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജൂൺ 15 വിശുദ്ധ ജർമയിൻ കസിന്റെ തിരുനാൾ. ഫ്രാൻസിൽ ടുളൂസിന് സമീപം ടിബ്രെ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ജർമയിൻ ജനിച്ചു. വലതു കരത്തിന് സ്വാധീനമില്ലാത്ത അവളെ കണ്ടമാല എന്ന രോഗവും ബാധിച്ചു. അവളുടെ ശിശുപ്രായത്തിൽ തന്നെ അമ്മ മരിച്ചു. രണ്ടാനമ്മ ലൗറന്റ് വളരെ ക്രൂരയായ സ്ത്രീയായിരുന്നു. ജർമയിൻ്റെ അസുഖം പകരാതിരിക്കാൻ അവളെ ഒരു കുതിരാലയം പോലുള്ള മുറിയിൽ താമസിപ്പിച്ചു. ആവശ്യത്തിന് ഭക്ഷണം പോലും നൽകിയിരുന്നില്ല. ജർമയിൻ്റെ ചിന്ത എപ്പോഴും ദൈവത്തിലായിരുന്നു. വേദപാഠ ക്ലാസ്സിൽ പഠിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ മാത്രമേ അവൾ ഗ്രഹിച്ചിരുന്നുള്ളൂ. ജപമാലയും സാധാരണ പ്രാർത്ഥനകളുമായിരുന്നു അവളുടെ ഗ്രന്ഥങ്ങൾ. പള്ളി പ്രസംഗങ്ങളായിരുന്നു അവളുടെ വിജ്ഞാന കോശങ്ങൾ. എല്ലാ ദിവസവും അവൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. ദൈവമാതാവിനോട് അവൾക്ക് ഒടുങ്ങാത്ത ഭക്തിയായിരുന്നു. സ്വന്തമായി നേടിയ വിജ്ഞാനം കൊണ്ട് ഗ്രാമീണ കുട്ടികളെ അവൾ പഠിപ്പിച്ചു വന്നു. വെള്ളം നിറഞ്ഞു കിടന്ന ഒരു നദിയുടെ പുറത്തുകൂടി അവൾ നടന്നു പോയിട്ടുണ്ടെന്ന് പലരും വിശ്വസിച്ചിരുന്നു. മകളെ ഒരു വിശുദ്ധയെപ്പോലെ വളർത്തണമെന്ന് പിതാവ് ലവറന്റിനോട് ആജ്ഞാപിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് യാതൊരു ഫലവും ഉണ്ടായില്ല. ജർമയിൻ അവളുടെ മുറിയുടെ ഏകാന്തതയിൽ കഷ്ടതകളോട് മുന്നേറിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം തൻ്റെ ഇല കൊണ്ടുള്ള ശയ്യയിൽ 1601 22-ാമത്തെ വയസ്സിൽ അവൾ മരിച്ചു. 1867 9-ാം പിയൂസ് മാർപ്പാപ്പ അവളെ വിശുദ്ധയെന്ന് നാമകരണം ചെയ്തു. വിശുദ്ധ ജർമയിനെ ഞങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.